വ്യൂവേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്മാർട്ട് മണി കൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ മെയിൻ കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതുപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതുപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും വെച്ചിട്ടാണ് നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ പല ട്രേഡ്സ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അഥവാ BOS കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ബേസ് ഓഫ് ഫോറക്സ് മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലോട്ട് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇൻ ട്രേഡിംഗ് റെഫേഴ്സ് ടു എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് കണ്ടിന്യൂഡ് ഓർഡർ ഫ്ലോ ഇൻ ദ കറണ്ട് ഡയറക്ഷൻ ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രൈസ് മൂവ്മെൻറ്റ് ബ്രേക്കിംഗ് പാസ്റ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് ഹൈസ് ആൻഡ് ലോസ് ഓഫ് എ ട്രെൻഡ്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പം അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ട്രേഡേഴ്സിന് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റവും അതുപോലെ ഫ്യൂച്ചർ ഡിറക്ഷനും. ഓക്കെ, പിന്നീട് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ രണ്ടെണ്ണമുണ്ട്, 2 ടൈപ്പാണ്. ഒന്ന് ബുൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും, 2 ബിയർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും. അപ്പം നമ്മളിപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ബുള്ളെന്ന് പറയുമ്പോൾ നമുക്കറിയാം മുകളിലോട്ടാണ്, ബിയർ എന്ന് പറയുമ്പോൾ താഴോട്ടാണ്. നമ്മൾ മൊത്തത്തിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ബുള്ളെന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇവിടെ നോക്കി സ്വിങ് ഹൈ ഇൻ എ ട്രെൻഡ്, ഇതാണ് മെയിൻ പോയിൻ്റ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, പ്രീവിയസ് ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ഇവിടെ ബിയർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയോ സ്വിങ് ലോ, ബിലോ ദ സ്വിങ് ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രീവിയസ് ലോവർ ലോയെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നു. അപ്പോൾ താഴോട്ട് നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നീടുള്ള കാര്യം ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സലായി എന്നൊരു കാര്യമാണ്, എന്നൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വഴി കിട്ടുന്നത്. പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ ഫേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ട്, ഫേക്ക് ഉണ്ട്. ആ ഫേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ദ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇൻ ട്രേഡിംഗ് റെപ്രസെൻറ്റ് ദ ട്രെൻഡ് റിവേഴ്സൽ ഇൻ ദ മാർക്കറ്റ് ആഫ്റ്റർ എ ബ്രേക്ക് ഓഫ് ഹൈ ഓർ ലോസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ചോച്ച് ഇൻ ട്രേഡിംഗ്. ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ നമ്മൾ ചോച്ച് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക, ദെൻ ട്രെൻഡ് റിവേഴ്സലാവുക, അല്ലെങ്കിൽ ഒരു ലോയെ ബ്രേക്ക് ചെയ്യുക, മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സലാവുക. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ് അപ്പ് ട്രെൻഡിൽ പോവുക, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് അപ്പ് ട്രെൻഡിൽ പോയി ഒരു ഹയർ ഹൈ, ഇവിടെ ഒരു ഹയർ ഹൈ, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായി. ഈ ഒരു ഹയർ ഹൈയെ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഒരു BOS അഥവാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നു. ദെൻ ഒരു ഹയർ ഹൈ ഉണ്ടായി, അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് കറക്റ്റ് ചെയ്ത് മുകളിലോട്ട് വന്നു. ദെൻ ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, അതുവഴി പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് താഴോട്ടൊരു കറക്ഷൻ തന്നു, ദെൻ മുകളിലോട്ട് പോയി. ഈ ഒരു ഏരിയയെ മാർക്കറ്റ് ഈ ഒരു ഹയർ ഹൈയെ ഈ ഏരിയ കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ഓക്കെ, അപ്പോൾ എന്താണ് അപ്വേർഡ് സൈഡിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലോവർ സൈഡിലോട്ട് ഡൗൺ ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ലോവർ ലോ. ഓക്കെ, ഈ ഒരു ലോവർ ലോയെ മാർക്കറ്റ് മുകളിലോട്ടൊരു കറക്ഷൻ അഥവാ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ താഴോട്ട് വന്നൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ ഒരു ലോവർ ലോയെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്തു, ദെൻ ഒരു ലോവർ ലോയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ശേഷം ഇവിടെ ഒരു ലോ ഉണ്ടായല്ലോ, ആ ലോയെ മാർക്കറ്റ് മുകളിലോട്ടൊരു കറക്ഷൻ നടത്തി താഴോട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോവർ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, ദെൻ പുതിയൊരു ലോവർ ലോ ഉണ്ടായി, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി. ഓക്കെ, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. അപ്പോൾ എന്താണ് അപ്വേർഡ് സൈഡിലും ഡൗൺവേർഡ് സൈഡിലും എങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ
കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു ചാർട്ടിലൂടെ നോക്കുവാണെങ്കിൽ ഇതാ കണ്ടോ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇതാ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഒരു ഹയർ ഹൈയെ മാർക്കറ്റ് ഇതാ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു. ദെൻ മുകളിലോട്ട് പോയി. ഈ ഒരു ഹയർ ഹൈയെ മാർക്കറ്റ് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തു. ദെൻ മാർക്കറ്റ് താഴോട്ടൊരു കറക്ഷൻ നടത്തി. ദെൻ മുകളിലോട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയ വെച്ച് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, പുതിയൊരു ഹയർ ഹൈ ഉണ്ടായി. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ലോവർ ലോ, ദെൻ മുകളിലോട്ടൊരു കറക്ഷൻ, ദെൻ താഴോട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഓക്കെ, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. ഈ ഒരു ലോവർ ലോയെ ഈ ഏരിയ കൊണ്ട് ബ്രേക്ക് ചെയ്തു. അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ദെൻ പുതിയൊരു ലോവർ ലോയും ഉണ്ടായി. മുകളിലോട്ട് പോയി മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, പുതിയൊരു ലോവർ ലോ ഉണ്ടായി. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, അവിടെ ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലോട്ട് വരുവാണെങ്കിൽ ഇതാ ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റിൻ്റെ ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ഇതാ ഇവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലോവർ ലോ ഉണ്ടായി. മനസ്സിലായോ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഇവിടെ ഈ ഹയർ ലോയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നത്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ ആ മാർക്കറ്റ് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ് ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ആണ് ഉണ്ടായത്. ഓക്കെ, ഈ ഒരു ലോവർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. നേരെ മറിച്ച് ഈ ഒരു ലോവർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തായിരുന്നെങ്കിലോ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ മാർക്കറ്റ് ഒരു ലോവർ ലോ തന്നു, ദെൻ ലോവർ ഹൈ, ദെൻ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു, ആ ഒരു അപ്സൈഡിലോട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇമേജ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നും എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നും. കാര്യം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കുറച്ച് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇതാ ഒരു ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ. ഓക്കെ, ഇവിടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോവർ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ദെൻ മാർക്കറ്റ് ഈ ഒരു ലോവർ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു. ദെൻ ആ ഒരു ലോവർ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ഓക്കെ, ഇനി നമ്മൾ അപ്പ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ അപ്പ് സൈഡിലോട്ട് എങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ താഴോട്ട് വന്നു ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ. മാർക്കറ്റ് ഇവിടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയേക്കുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ഓക്കെ, ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അങ്ങനെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് മുകളിലോട്ട് മൂവ് ചെയ്ത് പോയേക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ട്രേഡ്സ് എടുക്കേണ്ടതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചു തരുവാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്ന്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഇവിടെ വന്നു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, അപ്പ് സൈഡിലോട്ട് പോയി. ദെൻ ലോവർ ലോ,
ദെൻ മുകളിലോട്ട് മാർക്കറ്റ് താഴോട്ട് വന്നൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ തരുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഓക്കെ, അറിയാമല്ലോ. പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. കാര്യം അവിടെയും ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ദെൻ ഈ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. അതായത് ഇവിടെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് കൊടുക്കുന്നു. ദെൻ ഈ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് കൊടുക്കുന്നു. ദെൻ ഈ ഒരു ഹയർ ഹൈ മാർക്കറ്റ് താഴോട്ട് വന്ന് കറക്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളവിടെ പിന്നെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ള കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ഇംബാലൻസും അതുപോലെ ലിക്വിഡിറ്റിയും മെയിൻ ഇമ്പോർട്ടൻസ് കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.